അമ്മേ അമ്മേ ആ മക്കളെത്തിയോ? അല്ല മോള് വന്നില്ലേ? ഇല്ലമ്മേ, നാളെ ഉച്ചയ്ക്ക് പോകാനല്ലേ, അവൾക്ക് ഒരുപാട് പാക്ക് ചെയ്യണ്ടേ. എത്ര ദിവസത്തെ പരിപാടിയാ മോനെ? അവിടെ മാത്രം 5 ദിവസത്തെ പരിപാടി ഉണ്ടമ്മേ. എന്തായാലും പോക്കും വരവും കൂടി എന്നാലും ഒരു 8 ദിവസത്തെ പരിപാടി ഉണ്ടാവും. 8 ദിവസം അല്ലേ? അല്ല എവിടെയാ പറഞ്ഞേ? ഇന്തോനേഷ്യല്ലേ, മലേഷ്യയിലേക്ക്. അതിപ്പോ കമ്പനി സ്പോൺസർ ചെയ്യുന്നല്ലേ. ഇപ്പൊ വേണ്ട വെച്ചാൽ ടിക്കറ്റ് ക്യാൻസൽ ആവും. കറക്റ്റ് സമയത്ത് ഇവർക്ക് എക്സാം ആയി. പാവണ്ടോ സാലോടെ എന്റെ വെക്കേഷൻ സമയത്ത് അടിച്ചുപൊളിയാക്കാം. അല്ല ചേച്ചിയുടെ അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അല്ല ആളിയൻ ഈ അടുത്ത് വരുന്നുണ്ടോ? എന്തിനു വരാൻ? ഈ 6 മാസം മുമ്പല്ലേ വന്നിട്ട് പോയത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരെങ്കിലേ അവന്റെ കയ്യിൽ നിന്ന് തന്നെ ടിക്കറ്റിനുള്ള പൈസ എടുക്കണ്ടേ? അല്ല അപ്പൊ ചേച്ചിന്റെ പ്രസവ സമയത്ത് വരില്ലേ? അവൻ അവിടെ വരണം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തിന്റെ ആവശ്യത്തിന് മോനെ? ഞാൻ തന്നെയാ പറഞ്ഞത് വേണ്ടാന്ന്. നമ്മള് നോക്കില്ല ഇതൊക്കെ. പിന്നെ ബസ് എന്തായാലും ഇതിൽ തന്നെ പോകുന്നത്. അപ്പൊ 8:30 റോഡിലേക്ക് വരും. ഒന്ന് ഇവിടെ ആ സമയം എത്തിക്കണേ. അതൊക്കെ ഞാൻ എത്തിക്കാം മോനെ. മക്കള് കേറ്. ഇല്ലമ്മ കയറുന്നില്ല, കുറച്ച് തിരക്കുണ്ട്. മോളെ അമ്മ പറയുന്നത് കേട്ടോ, കുടുത്തക്ക കാണിക്കില്ലേ. അച്ഛൻ അടുത്ത് വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. ശരി ചേട്ടാ, ശരി അമ്മേ. അവന് പൊന്നുമോള് വാടാ. എന്താ ഒന്നും ഭക്ഷണം കഴിക്കലില്ലേ? വാ, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അമ്മന്റെ എപ്പോഴാ നിക്ക? കുഞ്ഞാവ് വരുന്നവരെ ഉണ്ടാവും കുഞ്ഞുസേ. മോൻ അമ്മന്റെ വയറ്റിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ കുഞ്ഞാവ് എപ്പോഴാ വന്ന് എനിക്ക് കാണാൻ തോന്നുന്നു? കുറച്ച് മാസം കൂടി കഴിയടാ, എന്നിട്ട് വരും കേട്ടോ. ശരി, നീ ഇവിടെ വന്ന് കിടക്കുക. ഞാൻ വിചാരിച്ചു അവിടെ പണി ചെയ്തോണ്ടിരിക്കുന്നു. അല്ലേടി, ഏത് നേരം ഈ കിടപ്പന്നെ നിനക്ക്? അമ്മ ഇന്നലെ രാത്രി കാല് വേദനിച്ചിട്ട് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ പണിയെടുക്കുന്ന സമയത്ത് നല്ല ഛർദിച്ചു. ക്ഷീണം കൊണ്ട് വന്ന് കിടന്നതാ. ഈ സമയത്ത് ഇങ്ങനെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാകും. അതും പറഞ്ഞിട്ട് ഇങ്ങനെ മിനിറ്റ് വന്ന് കിടക്കല്ല വേണ്ടത്. നീ ഇവിടെ വന്ന് കിടന്നാലേ ആ പണിയൊക്കെ ആരാ ചെയ്യുക? അച്ഛമ്മ രാത്രി സുഖമായി ഉറങ്ങിയതല്ലേ, എന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല. അച്ഛമ്മ വേണ്ടി പണിയെടുത്തോ? അച്ഛമ്മ പണി പോയി ചെയ്തോന്നാ? എടാ, നീയാണോ തീരുമാനിക്കുന്നത്? ചെക്കന്റെ വായി നോക്ക്. എടി, എന്റെ പാറുക്കുട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു ദിവസം അവൾ ഇവിടെ ഉണ്ടാകും. മോൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം എനിക്ക്. നീ പോയിട്ട് ആ പണിയൊക്കെ ഒന്ന് വേഗം ചെയ്തേ. ഞാൻ വരാം. വേഗം വരാൻ നോക്ക്. ഇനി ഇവിടെ തന്നെ കിടക്കണ്ട. അമ്മ എന്നോണ്ട് അച്ഛമ്മ പേടിക്കുന്നു. രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. അമ്മ കിടന്നു, ഒരു കുഴപ്പമില്ല. സാരില്ല കുഞ്ഞുസേ. അമ്മ കിടന്നാലേ ഓന്റെ അച്ഛമ്മ ഒരു മനസമാധാനം തരില്ല. പാവം അമ്മ, അച്ഛമ്മക്ക് കുറച്ച് ഓവറുണ്ട്. അമ്മ കുഞ്ഞ് വരുന്നുണ്ടോ? പിടിക്കു കുഞ്ഞുസേ. ജീവൻ പഠിച്ചല്ലേ? പാറു, നീ എന്തിനാ ചെക്കൻ്റെ കൂടെ കളിക്കാൻ നിൽക്കുന്നത്? അവരുടെ കൂടെ കളിച്ച ഉള്ള സ്വഭാവം കെട്ടുപോകും. നീ ഇങ്ങോട്ട് വന്നേ. അച്ഛമ്മന്റെ ബാഡ് സ്വഭാവം. എന്താടാ നീ എന്താ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞു ഗുഡ് ബോയ് ആണ്. ചേച്ചി അച്ഛമ്മന്റെ കൂടെ പോയാൽ ചേച്ചി ബാഡ് സ്വഭാവമാകും. ചെക്കൻ പറയണ നോക്ക്. കണ്ടില്ലേ, അവന്റെ കൂടെ കൂടിയാ ഈ സ്വഭാവമൊക്കെ പഠിക്കും. പിന്നെ നിന്റെ അമ്മയായിരിക്കും എന്നെ ഓരോന്ന് പറയാ. വെള്ളം വേണോ? വേണ്ട കുഞ്ഞുസേ, കുറച്ചേരി ഇരുന്ന് ശരിയാവും. അമ്മ കുഞ്ഞ് ഇപ്പൊ വരാ. അച്ഛമ്മ, അമ്മ ഒമിട്ടിച്ചിരുന്നു. ഗർഭിണികളായാലേ ഈ സമയത്ത് ഛർദിക്കൊക്കെ ചെയ്യും. അച്ഛമ്മ വാ, അമ്മയ്ക്ക് വയ്യ. എടാ, ഞാനിവിടെ സീരിയൽ കണ്ടില്ലേ? അല്ലെങ്കിലും അവള് ഛർദിക്കണേന് ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ
എടി കുറെ നേരമില്ലേ നിന്നോട് അടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തില്ലേ? അമ്മന്റെ വയ്യ കുഞ്ഞ് പറഞ്ഞതല്ലേ. വയ്യാവട്ട് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. നിന്റെ വീട്ടുകാരൊന്നും നോക്കില്ലല്ലോ. എന്റെ മോൻ തന്നെ പ്രസവം നോക്കണ്ടേ? സർജറി ആണെങ്കിൽ എത്ര പൈസ പൊടിക്കും പറഞ്ഞിട്ടടി. വേഗം ചെയ്യവിടെ. അച്ഛമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ അവളുടെ അടുത്തല്ലേ ചക്ക സംസാരിക്കുന്നത്. നീ എന്തിനാ എല്ലാത്തിനും മറുപടി പറയാൻ നിൽക്കുന്നത്? എന്റെ അമ്മ പാവമ്മ, അതുകൊണ്ടാ മിണ്ടാൻ നിൽക്കുന്നു. പാവം. വേഗം അടിക്കവിടുന്ന്. എന്നിട്ട് കൊറേ അലക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചാ പോരമ്മ. ഇപ്പൊ തീരെ പറ്റുന്നില്ല. പിന്നെ ചെറിയ മുറ്റം അടിക്കുന്നതല്ലേ എത്രയും വലിയ പണി. എടി ഞാനും 2 പ്രസവിച്ചതാ. നീ ആരോടെ ഈ പറയാൻ നിക്കുന്നത്? ഇത്ര നേരം സീരിയൽ കണ്ടുകൊണ്ടിരുന്നതല്ലേ അച്ഛമ്മ ചേട്ടാ. എടാ നിന്നോടല്ലേ പറഞ്ഞത് ചെറിയ വലിയ വർത്താനം പറയണ്ടെന്ന്. നീ എന്ത് നോക്കി നിക്കടി? വേഗം പോയി ചെയ്യവിടുന്ന്. ഊങ്ങി പിടിച്ച് ഇരിക്കാൻ എങ്ങനെ? അച്ഛമ്മ അങ്ങനെ പറയും. അമ്മ മിണ്ടാൻ നിന്നോ? സാരില്ല കുഞ്ഞൂസേ, നീ ചെയ്തില്ലെങ്കിലേ അച്ഛമ്മ ഒരു മനസ്സമാധാനം തരില്ല. വേണ്ട പോനെ, അമ്മ പിടിക്കാം. അമ്മേ ഡേ എന്നാ അതുകൂടി തരുമ്പ്. എന്നിട്ട് എല്ലാം കൂടി വേഗം മേലെ കൊണ്ട് ഉണങ്ങാനിട്. എന്താണ് ചക്ക ചെയ്തത്? അച്ഛമ്മ എന്തുകൊണ്ട് എന്റെ അമ്മ മേലെ എഴുതിയത്? ഞാന് നിന്റെ അച്ഛന്റെ അമ്മയാണ്. ആ ബഹുമാനത്തിൽ എന്നോട് സംസാരിച്ചോ? അത് എന്റെ അമ്മയാണ്. അമ്മന്റെ എന്തെങ്കിലും ചെയ്താൽ കുഞ്ഞ് തിരിച്ചു ചെയ്യും. മരുമക്കളോട് ഇതുപോലെ പെരുമാറുന്ന ഒരുപാട് അമ്മായിയമ്മമാരുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഇല്ലാതെ ഓരോന്ന് ചെയ്യിപ്പിക്കും. പക്ഷെ സ്വന്തം മക്കളാണേൽ ഈ അമ്മായിയമ്മമാർ ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല. നല്ലപോലെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാനേ പറയുള്ളൂ. പിന്നെ മരുമക്കളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വയ്യെങ്കിൽ വയ്യ എന്ന് തന്നെ പറയണം. അല്ലാതെ എന്തും കേട്ട് അനുസരിക്കേണ്ട കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം.